SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയിൽ കുടുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. ലീഗിനെയും മറ്റ് മുസ്ലിം സംഘടനകളെയും തൃപ്തിപ്പെടുത്താൻ വെള്ളാപ്പള്ളിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന VD സതീശന്റെ നിലപാടിൽ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തെ തള്ളി വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി കോൺഗ്രസ് നേതാക്കളായ കെ ബാബുവും ഹൈബി ഈഡനും രംഗത്ത് എത്തിയതിലൂടെ പാർട്ടിയിലെ ഭിന്നാഭിപ്രായം മറനീക്കി പുറത്ത് വരികയുമാണ്. VD സതീശന്റെയും കെ ബാബു, ഹൈബി ഈഡൻ എന്നിവരുടെയും പ്രതികരണം കാണാം. സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കൾ പിന്മാറണം. ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയത്തിലേറ്റിയിരിക്കുന്നവരാണ് കേരളത്തിൽ. അദ്ദേഹം പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ദൗർഭാഗ്യവശാൽ ജനറൽ സെക്രട്ടറി പ്രചരിപ്പിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നറേറ്റീവാണ്. ഈ സാധനം ഇപ്പോൾ മുഖ്യമന്ത്രി പറയിപ്പിക്കുന്നതാണ്. വിദ്വേഷത്തിൻ്റെ ഒരു ക്യാമ്പയിനാണ്. അത് ആര് നടത്തിയാലും ഞങ്ങളതിനെ ചോദ്യം ചെയ്യും. എൻ്റെ മുമ്പിലിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ കഴിഞ്ഞ 30 കൊല്ലമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സമുദായ നേതാവ് ഈ വെള്ളാപ്പള്ളി നടേശനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു സമുദായ നേതാവും ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ള ഒരാളും വെള്ളാപ്പള്ളി നടേശനായിരുന്നു എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അങ്ങനെയുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് അദ്ദേഹത്തെ അതിന് മുന്നോട്ട് പോകാൻ സാധിച്ചു. അദ്ദേഹം വളരെ കൃത്യമായ നിലപാടുകളുമായി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം ആരുടെയും മുഖത്തു നോക്കി പറയാൻ സധൈര്യം മുന്നോട്ട് വരുന്ന ആളാണ്. സംഘടനയുടെ അകത്തു നിന്നും പുറത്തു നിന്നും അദ്ദേഹത്തിന് ഒരുപാട് വെല്ലുവിളികൾ ഓരോ കാലഘട്ടത്തിലും നേരിട്ടിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് ആ വീട്ടിൽ പോകുന്ന അതാരാണെങ്കിലും, അഭിപ്രായ വ്യത്യാസമുള്ള ആളാണെങ്കിലും സൗഹൃദമുള്ള ആളാണെങ്കിലും ഏത് പാതിരാത്രിയും ആ വീട്ടിൽ കയറി ചെന്ന് തൻ്റെതായ പ്രയാസം പറയാൻ ഒരു സാധാരണ ഈ സമൂഹത്തിലെ ആളുകൾക്ക് ആത്മവിശ്വാസവും ആർജവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും സവിശേഷതയും. എന്നാൽ എത്ര ഭീഷണി ഉണ്ടായാലും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വെള്ളാപ്പള്ളിയും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. ഞാൻ ഒരു സമുദായത്തിനെതിരല്ല, പക്ഷെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഞാൻ പറയും. ഇന്നും പറയും, നാളെയും പറയും. എൻ്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു കുന്ത എടുത്തെറിഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയും. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂരാണുള്ളത്. അരുൺ, വെള്ളാപ്പള്ളി പിന്നോട്ട് പോകാൻ തയ്യാറല്ല. കാന്തപുരം ഇനി എന്തു കുന്തം പറഞ്ഞാലും ഞാൻ ഇതൊക്കെ തന്നെ പറയുള്ളൂ, എൻ്റെ നിലപാട് ഉറച്ചതാണ് എന്ന് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയെ തള്ളണോ കൊള്ളണോ എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ മാത്രമല്ല ഇടതുപക്ഷത്തിലും അടിയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി വാസവൻ്റെയൊക്കെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ കോൺഗ്രസിലെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഇത് വിലയിരുത്താൻ സാധിക്കുക അരുൺ? തീർച്ചയായും വെള്ളാപ്പള്ളിയുടെ ആ ഒരു നിലപാട് അത് രാഷ്ട്രീയ കേരളത്തിൽ സജീവമായുള്ള ചർച്ചയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൃത്യമായി തന്നെ അക്കമിട്ട് ഓരോ സംഭവ വികാസങ്ങളും എടുത്തു പറയുകയാണ്. അത് സമൂഹത്തിലേക്ക് ചർച്ചയ്ക്കായി അദ്ദേഹം വഴിതിരിച്ചു വിടുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് പറയേണ്ട ഒരു കാര്യം, വലിയൊരു പ്രതിഷേധം അത് കഴിഞ്ഞ നാളുകളിലും ഉണ്ടായതാണ്. അത്തരത്തിൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇടത് വലത് മുന്നണികളുടെ ചില നേതാക്കളൊക്കെ തന്നെ അത് ഉയർത്തിക്കൊണ്ട് പ്രതിഷേധങ്ങളുമായി വരുന്നു. അതോടൊപ്പം തന്നെ സമസ്തയും മുസ്ലിം ലീഗും എല്ലാം തന്നെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നു. പക്ഷേ ഇന്നലെ വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. എത്ര വലിയ പ്രതിഷേധമുണ്ടായാലും താൻ എടുത്ത നിലപാടിൽ, താൻ പറഞ്ഞ കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളുമില്ല. ആ വിഷയത്തിൽ തൻ്റെ നിലപാട് അതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ നിലവിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് VD സതീശൻ്റെ ഒരു പ്രതികരണമായിരുന്നു. കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ആദ്യം വന്നിരുന്നത്. VD സതീശൻ അതിരൂക്ഷമായ ഭാഷയിലാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്നത്. അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അതിരൂക്ഷമായുള്ള വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു വിമർശനത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് എറണാകുളത്ത് നിന്നുള്ള കോൺഗ്രസ് നേതാക്കളായ കെ ബാബുവും അതോടൊപ്പം തന്നെ ഹൈബി ഈഡനും വന്നത്. അവരുടെ പ്രതികരണമാണ്
നമ്മൾ കാണുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കെ ബാബു പറഞ്ഞ പോലെ മാധ്യമങ്ങളാണ് അദ്ദേഹത്തെ വേട്ടയാടുന്നത്. ശരിക്കും മാധ്യമങ്ങളാണോ? ഈ തൊട്ടു മുമ്പുള്ള ആ വാക്കുകൾ കേട്ടാൽ മാധ്യമങ്ങൾക്കപ്പുറത്തേക്ക് സ്വന്തം പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ്, സ്വന്തം മുന്നണിയുടെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഹൈബി ഈഡനും വ്യക്തമാകുന്ന രീതിയിലേക്ക്, കൃത്യമായ രീതിയിലേക്ക് വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായ പിന്തുണ നൽകുന്ന രീതിയിലേക്കുള്ള ഒരു പരാമർശങ്ങളായിരുന്നു ഹൈബി ഈഡന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ തന്നെ വരുമ്പോഴും കോൺഗ്രസിനുള്ളിൽ ഈ ഭിന്നത മറനീക്കി പുറത്തു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ കോൺഗ്രസിനെ ലീഗിന്റെ ഒരു അപ്രമാദിത്വമുണ്ട്. കോൺഗ്രസിന് സ്വന്തം നിലപാടുമായി മുന്നോട്ട് പോകാനുള്ള രാഷ്ട്രീയ ശക്തിയില്ല എന്നുള്ള ഗുരുതരമായുള്ള ആരോപണം അത് പാർട്ടിക്കുള്ളിൽ പല തവണയായി ഉണ്ട്. പല വിഷയങ്ങളിൽ നമ്മൾ ഇത് കണ്ടതാണ്. പലപ്പോഴും ലീഗിന് മുന്നിൽ മുട്ടുമടക്കേണ്ട ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് വി.ഡി. സതീശൻ ഈ പ്രസ്താവന എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനം വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ ഉണ്ടായിരുന്ന 2 യോഗങ്ങളിലും തുടർന്നു. അത് കൃത്യമായി തന്നെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള, സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നു, മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. എന്തായാലും താൻ എടുത്ത നിലപാട്, താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. രാഗി.